പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കും ലോകത്തിനും ഏറ്റവും ആവശ്യമായതാണ് ദൈവകരുണ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണ വളരെ പ്രത്യേകമായി ആവശ്യപ്പെടുന്ന വ്യക്തികളും കുടുംബങ്ങളും ഉണ്ട്. നമുക്കറിയാവുന്ന കുടുംബങ്ങൾ, വ്യക്തികൾ, അവരെല്ലാം ഈശോയുടെ മുമ്പിൽ കൊണ്ടുവരാം. അവർക്കൊക്കെ നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. ഈശോയെ, ഈ സമയം അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അവിടുത്തെ ശക്തി ഞങ്ങളുടെ മേൽ ഒഴുക്കണമേ. അവിടുത്തെ കരുണ രുചിച്ചറിയുവാൻ അനുഗ്രഹിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തെ അല്പസമയം മാലാഖ വൃന്ദങ്ങളോട് ചേർന്ന് സ്വതന്ത്രമായിട്ട് നമുക്കൊന്ന് സ്തുതിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ കരുണയുടെ മുഖം കണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ സ്നേഹം രുചിച്ചറിയുവാൻ ആഗ്രഹിച്ച് ഞങ്ങളങ്ങേ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ മണിക്കൂറിൻ്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നമുക്ക് ആഗ്രഹിക്കാം, അതിനായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ദൈവത്തിൻ്റെ കരുണയെ ധ്യാനിച്ചുകൊണ്ട് ഈ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ മേൽ, ലോകം മുഴുവൻ്റെ മേലും ദൈവത്തിൻ്റെ കരുണ വർഷിക്കപ്പെടുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്ക് ഏതാനും ബൈബിൾ കഥാപാത്രങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. അവരെല്ലാം കരുണയുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ് എന്ന് നമുക്ക് വചനത്തിൽ മനസ്സിലാക്കാൻ പറ്റും. സങ്കീർത്തനം 33 5-ാമത്തെ വചനമെടുക്കുമ്പോൾ, സങ്കീർത്തനം 33:5, ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. എപ്പോഴും നമുക്ക് കരുണയെക്കുറിച്ച് ചിന്തിക്കാവുന്ന വ്യക്തി പിതാവായ ദൈവം, കർത്താവായ യേശു. അവരുടെ കരുണ കൊണ്ട് ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുന്നു എന്ന് സങ്കീർത്തകൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സങ്കീർത്തനം 108 4-ാമത്തെ വചനം കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, കർത്താവിൻ്റെ കാരുണ്യം ആകാശത്തോളം ഉന്നതമാണ്. അപ്പോൾ പദപ്രയോഗം നമുക്കറിയാം. അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ വലിപ്പം. ആകാശം പോലെ ഉന്നതം, അങ്ങനെ ഒരു പദമാണ് ദൈവകരുണയെ സൂചിപ്പിച്ച് ഇവിടെ സങ്കീർത്തകൻ ഉപയോഗിക്കുന്നത്. 103-ാമത്തെ സങ്കീർത്തനം കൂടി എടുത്താൽ 8-ാമത്തെ വചനം, കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. ഇവിടെ ദൈവത്തെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്ന കാര്യം ആർദ്രഹൃദയൻ, കാരുണ്യവാനായ ദൈവം. സങ്കീർത്തനം 103 11-ാമത്തെ വചനമെടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഭൂമിക്ക് മേൽ ആകാശം ഉയർന്നു നിൽക്കുന്നു. ആകാശത്തിൻ്റെ അകലം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഏതാണ്ട് അതുപോലെ ദൈവത്തിൻ്റെ കരുണ അത് ഉന്നതമാണ്, ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നതാണ് എന്നെല്ലാം ഈ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കാം. നമുക്കിതിൻ്റെ വെളിച്ചത്തിൽ പിതാവായ ദൈവം, പുത്രനായ യേശു, അവരുടെ കാരുണ്യത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്ന ചില വചനഭാഗങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഉൽപ്പത്തി 4-ാം അധ്യായം 14-15 വചനങ്ങൾ എടുക്കുമ്പോൾ കായനോട് കരുണ കാണിക്കുന്ന ദൈവത്തെ കാണാൻ പറ്റും. കായൻ്റെ അടുത്ത് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, നിൻ്റെ സഹോദരൻ ആബേലിൻ്റെ രക്തം സ്വർഗത്തിലേക്ക് നിലവിളിച്ചു. അപ്പം അതുകൊണ്ട് നീ കാണിച്ച പാപത്തിന് നീ ശിക്ഷ അനുഭവിക്കണം. ഏത് രീതിയിലാണ് അവൻ ശിക്ഷിക്കപ്പെടാൻ പോകുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേ
കായൻ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതെനിക്ക് താങ്ങാവുന്നതിനപ്പുറമാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ദൈവമേ എന്നോട് കരുണ കാണിക്കണമേ എന്ന് അവൻ യാചിച്ചു. ഇതെനിക്ക് താങ്ങാവുന്നതിന് അപ്പുറമാണ്. അത്രയും പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ കാണുകയാണ് ദൈവം അവനോട് കരുണ കാണിച്ചു. ദൈവം പറഞ്ഞു, നിന്നെ അങ്ങനെ ആരും ഓടിച്ചിട്ട് പിടിച്ച് തല്ലിക്കൊല്ലാനൊന്നും പോകുന്നില്ല, ഞാൻ നിൻ്റെ മേൽ മുദ്ര വെക്കാൻ പോവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല, നിനക്ക് സുരക്ഷിതത്വം ഉണ്ടാവും. ദൈവത്തിൻ്റെ കരുണ എത്ര വലുതാണ് എന്നുള്ളത് ഈ വചനഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകം 21:17 മുതൽ വായിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, മറ്റൊരു കുടുംബത്തോട് അല്ലെ ചില വ്യക്തികളോട് കരുണ കാണിച്ച ദൈവത്തെ അവിടെ കാണാൻ പറ്റും. ഹാഗാറും മകൻ ഇസ്മായിലും. ഇനി അവരുടെ അവസ്ഥ പരിതാപകരമായിരുന്നു. വെള്ളം തീർന്നു, അപ്പം തീർന്നു, വിശപ്പ്, ദാഹം, മരണം മുന്നിൽ കാണുക. കൊച്ച് മരിക്കുന്നത് കാണാനുള്ള ആ ഒരു ശക്തിയില്ലാഞ്ഞിട്ട് ഒരു കല്ലേറ് ദൂരം മാറ്റിയിട്ടിട്ട് ഇവിടെ വന്ന് കരയുന്ന ഹാഗാറിനെ കാണാൻ പറ്റും. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ കാണുന്നുണ്ട്. ദൈവം സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം കേൾപ്പിച്ചു, ഒരു ദൂതൻ്റെ സ്വരം. ഹാഗാർ, നീ മരിക്കില്ല, നിൻ്റെ കുഞ്ഞും മരിക്കില്ല, നിന്നെ ഞാൻ വലിയൊരു ജനതയാക്കി മാറ്റും. ഒരു കരച്ചിൽ, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടിയുള്ള ഒരു കരച്ചിൽ ഉയർന്നപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണ് എന്ന് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നീട് നമ്മൾ കാണുകയാണ്, ഹാഗാറിന് ദൈവം വെള്ളമുള്ള സ്ഥലം കാണിച്ചു കൊടുത്തു. അവിടെ ചെന്നിട്ട് വെള്ളം എടുത്ത് കുടിച്ചു. നിന്നെ നശിക്കാനോ മരിക്കാനോ ഞാൻ വിട്ടുകൊടുക്കത്തില്ല, നിന്നെ വലിയൊരു ജനത അതിനു മുമ്പാക്കും എന്നുള്ളത് കർത്താവ് സൂചിപ്പിച്ച ഒരു കാര്യമാണ്. അത് സംഭവിക്കുകയും ചെയ്തു. 1 രാജാക്കന്മാർ 21 അധ്യായത്തിലൂടെ കടന്നു പോയാൽ, ആഹാബ് രാജാവ് തെറ്റ് ചെയ്തു. നിരപരാധിയായ നാബോത്തിൻ്റെ രക്തം നായ്ക്കൾ നക്കി കുടിക്കാൻ കാരണം ഇവനായിരുന്നു. പക്ഷെ നമ്മൾ കാണുകയാണ്, പ്രവാചകനെ ദൈവം അവൻ്റെ അടുത്തേക്ക് അയച്ചു. അവന് വരാനിരിക്കുന്ന കാര്യം പറഞ്ഞു. നാബോത്തിൻ്റെ രക്തം നായ്ക്കൾ നക്കി കുടിച്ചെടുത്ത് വെച്ച് നിന്റെ രക്തവും നായ്ക്കൾ നക്കി കുടിക്കും. ഇത് കേട്ടത് ആഹാബ് ചെയ്തൊരു കാര്യം 27-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവൻ രാജകീയ വസ്ത്രം മാറ്റി, അവന് ചാക്കൊടുത്തു, ചാരന്മാരി മേത്തിട്ട് ഉപവസിച്ചു, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്താ ദൈവം പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. ആഹാബ് എൻ്റെ മുമ്പിൽ എളിമപ്പെട്ടത് കണ്ടോ, അതുകൊണ്ട് ഞാൻ അവൻ്റെ മേൽ അയക്കാനിരുന്ന ശിക്ഷ മാറ്റിവിടുന്നു. അവന് എളിമപ്പെട്ടപ്പോൾ, ദൈവത്തിൻ്റെ കരുണ യാചിച്ചപ്പോൾ, ആ കരുണയിലേക്ക് അവനെ കൈപിടിച്ചുയർത്തുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുക. അതുകൊണ്ട് നമുക്ക് ഈ സംഭവങ്ങളെല്ലാം വിളിച്ചു പറയുന്നത് പിതാവായ ദൈവം കാരുണ്യവാനായ ദൈവമാണ്. ആ പിതാവിൻ്റെ സന്നിധിയിലേക്ക് കരുണയ്ക്ക് വേണ്ടി നമ്മൾ തിരിഞ്ഞാൽ നമുക്ക് കരുണ കിട്ടാതിരിക്കില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ബൈബിൾ കഥാപാത്രമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് യേശു കരുണ കാണിച്ച ഒരുപാട് സംഭവങ്ങൾ ബൈബിളിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. സുവിശേഷങ്ങളിലൂടെ ഒന്ന് കടന്നു പോയാൽ മതി. ഇനി കരുണ ആഗ്രഹിച്ച് അവൻ്റെ പക്കലേക്ക് തിരിഞ്ഞവരോട് കരുണ കാണിച്ച ഒരു യേശുവിനെയാണ് നമ്മൾ കാണുക. യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് സമറിയാക്കാരി സ്ത്രീ. അവളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്കറിയാം. അവള് പാപത്തിൻ്റെ പിടിയിൽ അമർന്നിരുന്നവള്, അവളെ രക്ഷിക്കുന്ന യേശുവിനെ കാണാൻ സാധിക്കും. അവളോട് കരുണ കാണിക്കുന്ന യേശുവിനെ അവിടെ നമ്മൾ കണ്ടെത്തും. ഇതുപോലെ രക്ഷപ്പെടാൻ ആഗ്രഹിച്ചാൽ, യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചാൽ, എത്ര വലിയ പാപത്തിൽ ജീവിച്ചവരാണ് നമ്മളെങ്കിലും നമ്മളോട് കരുണ കാണിച്ച് കർത്താവ് നമ്മെ വീണ്ടെടുക്കും എന്നുള്ള ആ ഒരു സന്ദേശം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. യോഹന്നാൻ 8-ലേക്ക് വരുമ്പോഴോ, വ്യഭിചാരത്തിന് പിടിക്കപ്പെട്ട ഒരു സ്ത്രീ, അവിടെ യേശു ഒഴികെ ആരുമില്ലായിരുന്നു. അനുഭാവത്തോടെ അവളെ കണ്ടതും അല്ലെ അവളോട് അല്പം കരുണ കാണിച്ചത്. ഇവരെല്ലാവരും ഒരുപോലെ നിൽക്കുകയാണ് അവളെ ശിക്ഷിക്കാൻ വേണ്ടി. പക്ഷെ നമ്മൾ കാണുകയാണ്, ആ ഒരു സാഹചര്യത്തിൽ നിന്നും അവളെ രക്ഷിക്കുന്ന യേശു അവൻ്റെ ജ്ഞാനം അവിടെ എടുത്ത് ഉപയോഗിച്ചു. ആ ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലാണ് അവൻ പറഞ്ഞത്, നിങ്ങളിൽ പാപമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാദ്യത്തെ കല്ലെടുത്ത് എറിയട്ടെ, ബാക്കിയുള്ളവർക്ക് അതിൻ്റെ പുറകെ എറിയാം. അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആരുമില്ലായിരുന്നു. ദൈവത്തിൻ്റെ അനന്തജ്ഞാനത്തിൽ ദൈവം സംസാരിച്ചാൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത്
നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ സ്ത്രീ ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു കരുണ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. പക്ഷെ അവൾക്കും കരുണ കിട്ടി. അങ്ങനെയെങ്കിൽ നമ്മൾ ശരിക്കും ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് ആ കരുണ ആഗ്രഹിച്ച് അവൻ്റെ പക്കലേക്ക് തിരിഞ്ഞാൽ ഈ കരുണ നമുക്ക് ലഭിക്കാതിരിക്കുമോ? യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് കൊടുംപാവിനിയായിരുന്ന മഗ്ദലന മറിയം. ലൂക്ക 8:2 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, 7 അശുദ്ധാത്മാക്കളെയാണ് അവളിൽ നിന്നും പുറത്താക്കിയത്. അപ്പോൾ അവളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്കറിയാം. അവളെയും സ്നേഹപൂർവ്വം സ്വീകരിക്കുന്ന, അവളുടെ ഇന്നലകളിലെ സകല പാപങ്ങളും ക്ഷമിച്ച് മറക്കുന്ന, അങ്ങനെ അവളെ സ്നേഹം കൊണ്ട് പൊതിയുന്ന യേശുവിനെ കാണാൻ പറ്റും. പിന്നീട് നമ്മൾ കാണുകയാണ്, ഉത്ഥാനം ചെയ്ത് കഴിഞ്ഞിട്ടും ആദ്യം കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത് മഗ്ദലന മറിയത്തിനാണ്. അപ്പോൾ ഏറ്റവും വലിയ പാപിക്കാണ് ഏറ്റവും കൂടുതൽ കരുണയ്ക്ക് അർഹതയെന്ന് വിശുദ്ധ ഫൗസ്റ്റീനായ്ക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തത് വെറുതെയല്ല. ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അത് സാധൂകരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊരു ബൈബിൾ കഥാപാത്രം പരിശുദ്ധ കന്യാമറിയം. നമുക്കറിയാം, പരിശുദ്ധ കന്യാമറിയം കരുണ കാണിക്കുന്ന പല സംഭവങ്ങളും ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ 2:5 വായിക്കുമ്പോൾ ഒരു കുടുംബം അപമാന ഭാരത്തിലേക്ക് തള്ളപ്പെടുന്ന ഒരു കുടുംബത്തെ കാണാൻ സാധിക്കും. അവർക്ക് വീഞ്ഞ് തീർന്നു പോകുന്നു. അത് ആ കുടുംബത്തിന് വലിയ അപമാനം വരുത്താം. മറിയം അവിടെ ഇടപെട്ട് യേശു ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മണത്തറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ പ്രവർത്തിക്കാൻ പറ്റുന്നവർ അവരാണ് ശരിക്കും ദൈവത്തെ അറിഞ്ഞവരും ദൈവത്തെ സ്നേഹിക്കുന്നവരും കരുണയുള്ളവരും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതുപോലെ മറ്റു പല മനുഷ്യരും കരുണ കാണിച്ച പല സംഭവങ്ങൾ ബൈബിളിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. നമ്മൾ കാണുന്നുണ്ട്, എലീഷായ്ക്ക് സിറിയക്കാരോട് കരുണ തോന്നി അവരെ മരണത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു രംഗം 2 രാജാക്കന്മാർ 6:15 വായിച്ചാൽ കാണാൻ പറ്റും. ലൂക്ക 10:25 വായിക്കുമ്പോൾ നല്ല സമറിയക്കാരൻ അവനവൻ്റെ പോക്കറ്റിൽ നിന്ന് ഉണ്ടായിരുന്നിടത്തോളം പണമെടുത്ത് ആ ഒരു മുറിവേറ്റവന് വേണ്ടി കൊടുക്കുന്ന കാണാൻ പറ്റും. ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് ചിലവാകുകയാണെങ്കിൽ അത് ഞാൻ തന്നോളാം എന്ന് പറയുന്ന ആ വലിയ മനസ്സ് അവിടെ നമ്മൾ കാണുന്നുണ്ട്. മത്തായി 20:1 മുതൽ വായിച്ചാൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമ നമ്മളെ പഠിപ്പിക്കുന്നു. ഒരാൾ ആകപ്പാടെ അവർക്ക് പണി കിട്ടിയത് 1 മണിക്കൂർ പണിയാനാണ്. ആ 1 മണിക്കൂറിൻ്റെ കൂലി കൊണ്ട് അവരുടെ കുടുംബത്തിൻ്റെ ചെലവ് നടന്നു പോകത്തില്ല. അത് യജമാനൻ അറിയാമായിരുന്നു. അതുകൊണ്ട് അവനും 1 ദനാറ കൊടുക്കുന്ന യജമാനനെ നമുക്ക് കാണാൻ സാധിക്കും. അതും ഒരു കാരുണ്യ പ്രവൃത്തിയാണ്. കാരണം അവൻ്റെ ആവശ്യം നോക്കി അതനുസരിച്ച്, അവൻ്റെ ജോലി ചെയ്തതിൻ്റെ അളവല്ല, ആവശ്യം നോക്കി പ്രവർത്തിക്കുന്ന യജമാനെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയുള്ളവരുടെയൊക്കെ ഗണത്തിൽ പെടാൻ നമുക്ക് പറ്റിയാൽ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള നന്മകൾ ഉണ്ടാകും. കാരണം യാക്കോബ് 2-ാം അധ്യായം 13 പറഞ്ഞിട്ടുണ്ട്, കാരുണ്യരഹിതരുടെ മേൽ കാരുണ്യരഹിതമായ വിധി ഉണ്ടാകും. കാരുണ്യം കാണിക്കുന്നവർക്ക് അതനുസരിച്ചുള്ള ഒരു വിധി ലഭിക്കും എന്നുള്ളത്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഈ അൾത്താരയിൽ സമർപ്പിക്കാം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് ഈ കൂട്ടായ്മയിൽ പങ്കുചേർന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച നമ്മുടെ എല്ലാ സഹോദരങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും നീക്കും സ്തുതി ഉണ്ടായിരിക്കട്ടെ.